എല്ലാ ശ്രോതാക്കൾക്കും ഹിയർ ദ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ദുഅൽ മക്കാൻ്റെയും നുഷ്അത്തിൻ്റെയും കഥ തുടരുന്നു. നുഷ്അത്ത് പരിചാരകനെ വിളിച്ചു. പരിചാരകൻ ഓടി വന്ന് മക്കാനെ താണു വണങ്ങി. നുഷ്അത്ത് പറഞ്ഞു, 1000 നാണയമടങ്ങിയ ആ സഞ്ചി നീ തന്നെ എടുത്തുകൊള്ളൂ. നീയാണല്ലോ എൻ്റെ സഹോദരനെ കൊണ്ടുവന്ന് തന്നത്. വേഗം പോയി യജമാനനോട് പറയൂ, ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നെന്ന്. പരിചാരകൻ സന്തോഷത്തോടെ യജമാനനെ കൂട്ടിക്കൊണ്ടുവന്നു. നുഷ്അത്ത് ഭർത്താവിനോട് എല്ലാ കഥകളും പറഞ്ഞു. മാന്യനായ പള്ളിയറ വിചാരിപ്പുകാരാ, ഒരു അടിമപ്പെണ്ണിനെ അല്ല അങ്ങ് വിവാഹം ചെയ്തത്. ഉമറൽ നുഅ്മാൻ്റെ പുത്രിയെയാണ്. ഇത് എൻ്റെ സഹോദരൻ ദുഅൽ മക്കാൻ. നുഷ്അത്തിൻ്റെ പ്രിയതമന് വാസ്തവസ്ഥിതി അറിഞ്ഞപ്പോഴുണ്ടായ അത്ഭുതത്തിനും ആനന്ദത്തിനും അതിരുണ്ടായിരുന്നില്ല. അയാൾ വിചാരിച്ചു, എന്തായാലും അടുത്ത് തന്നെ ഞാനൊരു പ്രവിശ്യയുടെ ഭരണകർത്താവാകും. ഉടനെ അയാൾ ദുഅൽ മക്കാന് താമസിക്കുവാൻ ഒരു കൂടാരം നിർമ്മിക്കാൻ ഏർപ്പാട് ചെയ്തു. പക്ഷേ നുഷ്അത്ത് തടഞ്ഞു. ഞങ്ങൾ എത്ര കാലമായി വേർപിരിഞ്ഞിട്ട്, എന്തെല്ലാം കഥകൾ പറയുവാനുണ്ട്. നമ്മുടെ നഗരത്തിലേക്ക് ഇനി അധിക ദൂരമില്ല. മറ്റൊരു കൂടാരത്തിൻ്റെ ആവശ്യമില്ല. തൽക്കാലം ഞങ്ങളിവിടെ കൂടാം. പള്ളിയറ വിചാരിപ്പുകാരൻ അവരെ തനിച്ചാക്കി തിരിച്ചുപോയി. മക്കാനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ അയാൾ പരിചാരകനോട് പ്രത്യേകം ചട്ടം കെട്ടിയിരുന്നു. പ്രഭാതമായി. നുഷ്അത്തിൻ്റെ പ്രിയതമൻ പത്നി സഹോദരനെ അഭിവാദ്യം ചെയ്യാനെത്തി. നുഷ്അത്ത് പറഞ്ഞു, എൻ്റെ സഹോദരനെ രക്ഷിച്ച ആ നല്ല മനുഷ്യനെ മറക്കരുത്. അയാൾക്ക് സഞ്ചരിക്കാൻ നല്ലൊരു കുതിരയെ തയ്യാറാക്കാൻ പറയൂ. നല്ല ഭക്ഷണവും നൽകണം. നമ്മുടെ കൂടെ പോരട്ടെ. നുഷ്അത്തിൻ്റെ ഭർത്താവ് ഉടനെ അയാളെ വിളിക്കാൻ ആളെ അയച്ചു. പാവം ആ നല്ല മനുഷ്യൻ വല്ല വിധേനയും അവിടെ നിന്നും ഒളിച്ചോടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിചാരകൻ അവിടെ എത്തിയത്. മക്കാനെ ശിക്ഷിച്ചിട്ടുണ്ടാവുമെന്നും തനിക്കും കടുത്ത ശിക്ഷ ലഭിക്കുമെന്നും ഓർത്ത് അയാൾ വിറച്ചു തുടങ്ങി. പരിചാരകനെ കണ്ടപ്പോൾ അയാളുടെ മുഖം മഞ്ഞ നിറമായി. പരിചാരകൻ മനഃപൂർവ്വം അയാളെ പേടിപ്പിച്ചു. നിനക്കറിയില്ലല്ലേ ആരാണ് പാടിയതെന്ന്? ഞങ്ങൾക്ക് മനസ്സിലായി. അയാൾ നിന്റെ ഉറ്റ ചങ്ങാതിയാണ്. ബാഗ്ദാദിലെത്തുന്നത് വരെ അരനിമിഷം പോലും നിന്നെ ഞങ്ങൾ വിടില്ല. നിന്റെ ചങ്ങാതിയുടെ ഗതി തന്നെ നിനക്കും. ആ സാധു മനുഷ്യൻ ദീനനായി കണ്ണുനീരൊഴുക്കി. അടിമകൾ അയാൾക്ക് നല്ലൊരു കുതിരയെ വിട്ടുകൊടുത്തു. പരിചാരകൻ മറ്റടിമകളോട് പറഞ്ഞു, വഴിക്ക് ഇയാളെ കാത്തുകൊള്ളണം. ഇയാൾ കടന്നു കളഞ്ഞാൽ നിങ്ങളുടെ തല കാണില്ല. ഇയാൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും സാധിച്ചു കൊടുക്കണം. ആ ചെറുപ്പക്കാരൻ എൻ്റെ ആരുമല്ല. സ്നാനമന്ദിരത്തിൽ അവശനായി കിടന്നിരുന്ന അയാളെ ഞാൻ രക്ഷിച്ചുവെന്ന് മാത്രം. എന്നെ ശിക്ഷിക്കരുത് എന്നെല്ലാം പറഞ്ഞ് വഴി നീളെ അയാൾ കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ പരിചാരകൻ അയാളെ വെറുതെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. കുറേ ദൂരം യാത്ര ചെയ്ത് ബാഗ്ദാദ് നഗരത്തിൽ പ്രവേശിക്കാൻ ഒരു ദിവസത്തെ യാത്ര കൂടി വേണ്ടു. അകലെ ഒരു പൊടിപടലം ഉയരുന്നത് കണ്ടു. നുഷ്അത്തിൻ്റെ പ്രിയതമനും 50 പരിചാരകരും ആ പൊടിപടലത്തിനു നേരെ കുതിച്ചു. അത് ഒരു സൈന്യത്തിൻ്റെ വരവായിരുന്നു. യുദ്ധസന്നദ്ധമായി വരുന്ന ഒരു സൈന്യം. അവർ സംഘത്തെ വളഞ്ഞു. എന്താണിതിൻ്റെ അർത്ഥം? നുഷ്അത്ത് ഭർത്താവ് സൈന്യത്തോട് ചോദിച്ചു. അവർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? എവിടെ പോകുന്നു? ഞാൻ ഉമറൽ നുഅ്മാൻ്റെ പുത്രൻ ഷേർഖാൻ്റെ പള്ളിയറ വിചാരിപ്പുകാരൻ. ഡമാസ്കസിൽ നിന്നും രാജാവിനുള്ള കാഴ്ചദ്രവ്യവുമായി വരുന്നു. എതിരെ വന്നവർ ഈ വാക്യം കേട്ട് വിഷണ്ണരായി. കഷ്ടം! നിങ്ങൾ പറയുന്ന ഉമറൽ നുഅ്മാൻ എവിടെ? അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. വിഷബാധയായിരുന്നു മരണഹേതു. വരൂ, മന്ത്രി ദൻഡാൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹം എല്ലാം വിവരിച്ചു പറയും. വൃദ്ധമന്ത്രിയായ ദൻഡാൻ ദുഃഖം കടിച്ചമർത്തി. ഉമറൽ നുഅ്മാൻ വിഷബാധയാൽ മരണമടഞ്ഞു എന്ന് മാത്രം ഇപ്പോൾ അറിഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങൾ പിന്നീടൊരിക്കൽ പറയാം. രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ നില ആപത്കരമാണ്. നുഅ്മാൻ മരിച്ച ഉടനെ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ബഹളമായി. രാജ്യത്തെ പ്രഭുക്കന്മാരും ഉദ്യോഗസ്ഥരും തമ്മിൽ
അടിപിടിയാകേണ്ടതാണ്. എന്നാൽ ആരായിരിക്കണം രാജാവെന്ന് തീരുമാനിക്കുവാനുള്ള ഭാരം ബാഗ്ദാദിലെ ഉന്നതന്മാരായ 4 ന്യായാധിപന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ ദീർഘമായ ആലോചനയ്ക്ക് ശേഷം ഷേർഖാൻ്റെ നാമമാണ് നിർദ്ദേശിച്ചത്. ഈ വിവരം ഷേർഖാനെ അറിയിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടത്. ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ദുഅൽ മക്കാനെ രാജാവായി വാഴിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രബല സംഘമുണ്ട്. പക്ഷേ ആർക്കറിയാം ആ കുഞ്ഞുങ്ങളുടെ വിവരം? 5 വർഷമായി അവർ നാട് വിട്ടിട്ട്. നുഷ്അത്തിൻ്റെ ഭർത്താവിന് നുഅ്മാൻ്റെ മരണത്തിൽ വ്യസനം തോന്നിയെങ്കിലും ദുഅൽ മക്കാന് രാജാവാകാൻ സന്ദർഭമുണ്ടെന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. അയാൾ ദൻഡാനോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞ കഥ വിചിത്രം തന്നെ. പക്ഷേ ഒരു രഹസ്യം, അതങ്ങയുടെ ഹൃദയത്തിന് അത്യന്തം ആശ്വാസകരമാകും. അല്ലാ നമ്മുടെ പാത സുഗമമാക്കിയിരിക്കുന്നു. ദുഅൽ മക്കാൻ എന്ന രാജകുമാരനെയും നുഷ്അത്ത് രാജകുമാരിയെയും നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. മന്ത്രിയുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അവരുടെ കഥയറിയാൻ തിടുക്കമായി. നുഷ്അത്തിൻ്റെ ഭർത്താവ് ആ സഹോദരന്മാരുടെ ചരിത്രം വിവരിച്ചു കേൾപ്പിച്ചു. താൻ നുഷ്അത്തിൻ്റെ ഭർത്താവാണെന്ന വിവരവും മന്ത്രിയോട് പറഞ്ഞു. മന്ത്രി രാജകുമാരിയുടെ പ്രിയതമനെ വണങ്ങി യഥാവിധി ഉപചാരം ചെയ്തു. കൂടെ വന്നിരിക്കുന്ന പ്രഭുക്കന്മാരോടും സൈന്യത്തലവന്മാരോടും ഉദ്യോഗസ്ഥന്മാരോടുമെല്ലാം വിവരങ്ങൾ പറഞ്ഞു. എല്ലാവരും രാജകുമാരിയുടെ ഭർത്താവിനെ ബഹുമാനിച്ചു. ദൻഡാനും നുഷ്അത്തിൻ്റെ ഭർത്താവും മറ്റെല്ലാ പ്രമുഖരും കൂടിയാലോചിച്ച് ദുഅൽ മക്കാനെ രാജാവായി വാഴിക്കാൻ ഏകകണ്ഠമായി തീരുമാനമെടുത്തു. മന്ത്രിയും അനുയായികളും ദുഅൽ മക്കാനെ രാജാവായി അവരോധിക്കുവാനുള്ള സജ്ജീകരണങ്ങൾക്കായി ബാഗ്ദാദിലേക്ക് മടങ്ങി. നുഷ്അത്തിൻ്റെ പ്രിയതമൻ ആ സന്തോഷവാർത്ത പത്നി സഹോദരനെ അറിയിച്ചു. അയാൾ മക്കാനോടും നുഷ്അത്തിനോടും നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. വേഗം സിംഹാസനസ്ഥനാകൂ. വിസമ്മതിക്കുകയോ വൈകിക്കുകയോ ചെയ്താൽ ആപത്താണ്. പിതാവിൻ്റെ മരണവാർത്ത നുഷ്അത്തിനെയും മക്കാനെയും ദുഃഖത്തിലാഴ്ത്തി. മനസ്സ് അല്പം ശാന്തമായപ്പോൾ ദുഅൽ മക്കാൻ പറഞ്ഞു, ഞാൻ വിധിയുടെ അടിമയാണ്. നിങ്ങളുടെ ഉപദേശം എനിക്ക് ആശ്വാസമരുളുന്നു. പക്ഷേ പറയൂ സഹോദര, മൂത്ത സഹോദരനായ ഷേർഖാനോട് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്? സാമ്രാജ്യം 2ആയി വിഭജിക്കണം. അങ്ങ് ബാഗ്ദാദിലെ സുൽത്താനായി വാഴണം, ഡമാസ്കസിലെ സുൽത്താനായി ഷേർഖാനും. എന്നാൽ സമാധാനം ലഭിക്കും. ആ ഉപദേശം കുമാരന് സ്വീകാര്യമായി. അവർ മക്കാനെ രാജകീയ വസ്ത്രം ധരിപ്പിച്ചു. രാജകീയമായ സുവർണ ചെങ്കോൽ നൽകി. മന്ത്രി അതെല്ലാം കരുതിക്കൊണ്ട് വന്നിരുന്നു. കമനീയമായൊരു കൂടാരം നിർമ്മിച്ച് വർണ്ണശബളമായ പരവതാനികൾ വിരിച്ച് അന്ന് രാത്രി അവിടെ തങ്ങണമെന്ന് സ്യാലൻ ദുഅൽ മക്കാനോട് അപേക്ഷിച്ചു. പ്രഭാതമായി. ദൂരെ നിന്നും കുതിരക്കുളമ്പടിയുടെയും വാദ്യഘോഷങ്ങളുടെയും ആരവം കേട്ടു. പുതിയ രാജാവിനെ എതിരേൽക്കാനായി മന്ത്രി പരിവാരങ്ങളുമൊത്ത് വരികയായിരുന്നു. ദുഅൽ മക്കാനെ രാജകീയ സിംഹാസനത്തിലിരുത്തി. ഉദ്യോഗസ്ഥന്മാരും മന്ത്രിവര്യന്മാരും പ്രഭുക്കളും ആദരവോടെ ചുറ്റും നിന്നു. ആളുകൾ സംഘമായി രാജാവിനെ കണ്ടു. വണങ്ങുവാൻ മുന്നോട്ട് നീങ്ങി. അവസാനം ന്യായാധിപന്മാരും മന്ത്രി ദൻഡാനും ശേഷിച്ചു. ന്യായാധിപന്മാർ സത്യപ്രതിജ്ഞ ചെയ്ത് പുറത്തേക്ക് പോയി. മുഖ്യമന്ത്രിയുടെ ഊഴമായപ്പോൾ ദുഅൽ മക്കാൻ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. സ്വാഗതം പിതാവേ, സ്വാഗതം. അങ്ങയുടെ എല്ലാ പ്രവൃത്തികളും എത്ര ബുദ്ധിപൂർവമാണ് നടക്കുന്നത്. പക്വമതിയും രാജഭക്തനുമായ ആ വൃദ്ധമന്ത്രി രാജാവിനെ വണങ്ങി സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നീട് വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു. സദ്യക്കിടയിൽ ദുഅൽ മക്കാൻ പിതാവിൻ്റെ മരണകാരണത്തെക്കുറിച്ച് വിശദമായി അറിയുവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു. ദൻഡാൻ
ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം 3 ദിവസത്തെ ഒഴിവ് നൽകി അനുമോദിച്ചയച്ചു. കൂടാരത്തിൽ മക്കാനും നുഷ്അത്തിൻ്റെ ഭർത്താവും നുഷ്അത്തും മാത്രമായപ്പോൾ ദൻഡാൻ ഉമറൽ നുഅ്മാൻ്റെ ചരമവൃത്താന്തം വിവരിക്കുവാൻ തുടങ്ങി. ഉമറൽ നുഅ്മാൻ്റെ മരണവും അതിനു മുൻപ് നടന്ന പ്രഭാഷണങ്ങളുമാണ് അടുത്ത ഭാഗം. അത് നമുക്ക് നാളെ കേൾക്കാം. വായനയിലുണ്ടായ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കാണുന്നവർ പ്ലീസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കഥയുടെ അടുത്ത ഭാഗം നാളെ.